ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിജ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോണേക്കാളും മുന്നേ എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സേഫാണ്. പെട്ടെന്ന് യുദ്ധങ്ങളൊക്കെ മാറി പഴയ പോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിച്ചോറാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. സിമ്പിളായിട്ടുള്ള കറികൾ വെച്ചിട്ടാട്ടോ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്ന കറികൾ പൊട്ടറ്റോ ഫ്രൈ ആണ്. ഒരു മെഴുക്ക് പുരട്ടി രൂപത്തിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റ് തോരൻ, പിന്നെ മെയിൻ സാധനം നമ്മുടെ പൊതിച്ചോറിലത്തെ മുട്ട ഓംപ്ലേറ്റും അതുപോലെ തന്നെ ചമ്മന്തിയും. പിന്നെ ഇവിടെ 2 എക്സ്ട്രാ ഉള്ളതെന്ന് വെച്ചാൽ കടലക്കറിയും പപ്പടമാണ്. അത് നമ്മൾ പൊതിച്ചോറിൽ ആഡാക്കണില്ല. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ വാഴ നന്നായിട്ട് വാട്ടിയതിന് ശേഷം അതിനകത്തേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വാഴ എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം, കുറച്ച് എക്സ്പെൻസീവ് കൂടി ആയ കാരണം എന്നൊന്നും വാങ്ങിക്കാറൊന്നുമില്ല. എല്ലാ കാലത്തും വാങ്ങിച്ചാലാണ് ഇതുപോലെ ഒരു ആഗ്രഹത്തിന് ചെറിയൊരു പൊതിച്ചോറ് തട്ടിക്കൂട്ടി ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഇതേ വാഴയിലേക്ക് നമ്മളെ കറികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടറ്റയും അതുപോലെ ക്യാരറ്റും ചമ്മന്തി മുട്ട ഓംപ്ലേറ്റും പിന്നെ നടുക്കായിട്ട് ഒരു അച്ചാറും. ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു മീൻ വറുത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊതിച്ചോറ് ഉഷാറായാനെ, പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നന്നായിട്ട് പൊതിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഉച്ച സമയമാകുമ്പോൾ ആർദ്ദട്ടും ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് നമുക്കിത് തുറന്ന് നോക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്ക് തുറക്കുമ്പോൾ നല്ലൊരു മണമുണ്ട്. ആ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞെങ്കിൽ പൊതിച്ചോറ് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ആർദ്ദട്ടം ഊണ് കഴിക്കാൻ വന്നിട്ടുള്ള തുറക്കാണ്. അധികം കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഉള്ള കറികൾ കൊണ്ട് പൊതിച്ചോറ് സൂപ്പറാണ്. അപ്പോൾ പൊതിച്ചോറിൻ്റെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.